Hi friends, Pinnacle Academyയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കറന്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കേ, കറന്റ് ഇലക്ട്രിസിറ്റിയുടെ ഫോക്കസ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ആദ്യമേ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കറന്റ് ഇലക്ട്രിസിറ്റി എന്നാണ്. അതിനകത്ത് നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓംസ് ലോയെ കുറിച്ചാണ്. ഓംസ് ലോയെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓംസ് ലോയ്ക്കകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? സാധാരണ ഓംസ് ലോയ്ക്കകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഓംസ് ലോയുടെ ലിമിറ്റേഷൻ, അതുപോലെ തന്നെ ഓംസ് ലോയുടെ ഗ്രാഫ്, ഓംസ് ലോയുടെ ഗ്രാഫിൻ്റെ സ്ലോപ്പ്, നമുക്കറിയാം എന്താണ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ലോ ജസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു അടിസ്ഥാനം, ഒരു ബേസിക് എന്ന് പറയുന്നത് എന്താണ്, ഓംസ് ലോ ആയതുകൊണ്ടാണ് അവർ ഓംസ് ലോ ഫോക്കസ് പോയിന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഓംസ് ലോ ഇല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന ഒന്നും എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഓംസ് ലോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഓംസ് ലോയുടെ ഒരു കുഞ്ഞെന്തുണ്ട്, ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ ചോദിച്ച് ഞാൻ അങ്ങനെ ഒരു എക്സാമിന് കണ്ടിട്ടില്ല, ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഫോക്കസ് പോയിന്റിനകത്ത് ഓംസ് ലോ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡെറിവേഷൻ ഒന്ന് പഠിച്ചേക്കാം. ഓംസ് ലോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന സംഗതിയാണ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. നമുക്കറിയാം ജൂൾസിന്റെ ഹീറ്റ് എഫക്റ്റ് വെച്ചുള്ള ഇലക്ട്രിക്കൽ എനർജിക്ക് 3 ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പവറിനും എന്തുണ്ട്, 3 ഇക്വേഷൻ ഉണ്ട്. H=I²RT എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ നിന്നും നമ്മൾ ഈ 6 ഇക്വേഷൻ എന്ത് ചെയ്തെടുക്കും, ഡെറിവേറ്റ് എടുക്കും. 6 ഇക്വേഷൻ അല്ല, 5 ഇക്വേഷൻ, മൊത്തം 6 ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക്കൽ എനർജിക്ക് 3 ഇക്വേഷൻ, ഇലക്ട്രിക്കൽ പവറിന് എന്താണ് 3 ഇക്വേഷൻ. അതിനുശേഷം നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതിനുശേഷം നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ ആണ്. നമുക്കറിയാം റെസിസ്റ്ററിനെ 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും, സീരീസ് ആയിട്ടും പാരലായിട്ടും. ഈ സീരീസ് കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസും മിക്ക എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പക്ഷേ കൂടുതലായിട്ടും ഇവിടെ വരുന്ന പ്രോബ്ലം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെറിവേഷനേക്കാൾ ഉപരി ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് തന്നിട്ട് ഈ സർക്യൂട്ടിൽ നിന്നും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു പ്രോബ്ലം മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടും ഇവിടെ നിന്നും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ വരുന്നത് പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും ഇവിടെ നിന്ന് എന്ത് ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്രിച്ചോഫിന്റെ എന്താണ് ക്രിച്ചോഫിന്റെ ലോയ്ക്ക് മുമ്പ് സെല്ല്, EMF, അതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ്. സെല്ലിനെ കുറിച്ചും EMF-നെ കുറിച്ചും ഇന്റേണൽ റെസിസ്റ്റൻസിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്താ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഒരു ബാറ്ററി ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തിനാണ് നമ്മൾ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് പഠിക്കുന്നത്? ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് പോയിന്റിൽ പറയുന്ന പൊട്ടൻഷ്യോമീറ്ററിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റത്തുള്ളൂ. പൊട്ടൻഷ്യോമീറ്റർ 2 അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ്, ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, നമ്മുടെ ക്രിച്ചോഫിന്റെ റൂൾസ് ആണ്. ക്രിച്ചോഫിന് 2 റൂളാണ് ഉള്ളത്. നമുക്കറിയാം വോൾട്ടേജ് റൂളും അതുപോലെ തന്നെ കറണ്ട് റൂളും. ഈ 2 റൂളും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ 2 റൂളിൻ്റെ ആപ്ലിക്കേഷന് വരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വീസ്റ്റൺ ബ്രിഡ്ജ് നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ഏറ്റവും അവസാനത്തെ 2 ടോപ്പിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേറെ കാര്യമുണ്ട്, ഈ വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ക്രിച്ചോഫ് റൂൾസിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്രിച്ചോഫ് റൂൾ വെച്ചിട്ട് നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിൻ്റെ കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജും ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ പറ്റുന്നതായിരിക്കും. ഈ ക്രിച്ചോഫ് റൂളിൻ്റെ തനി ആപ്ലിക്കേഷനാണ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. KVL KCL നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്നലെ KVL എന്ന് പറയുന്നത് ക്രിച്ചോഫ് വോൾട്ടേജ് ലോയും KCL എന്ന് പറയുന്നത് ക്രിച്ചോഫ് എന്താണ്, കറണ്ട് ലോയും ആണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ച് പഠിക്കും. മീറ്റർ ബ്രിഡ്ജ് നന്നായിട്ട് അതിൻ്റെ ഫിഗറൊക്കെ പഠിച്ചിട്ട് പോവുക. അവിടെ നിന്നും ഉറപ്പായിട്ട് ഒന്നെങ്കിൽ മീറ്റർ ബ്രിഡ്ജ് അല്ലെങ്കിൽ എന്താണ് പൊട്ടൻഷ്യോമീറ്റർ, രണ്ടും ചോദിക്കത്തില്ലെന്ന് പറ്റത്തില്ല. കാരണം ഫോക്കസ് പോയിന്റിനകത്ത് ഉള്ളതായതുകൊണ്ട് തന്നെ ആ 2 സംഗതിയും പഠിച്ചിട്ട് പോകുള്ളൂ. മീറ്റർ ബ്രിഡ്ജിൻ്റെയും അതുപോലെ തന്നെ എന്താണ് പൊട്ടൻഷ്യോമീറ്ററും. പൊട്ടൻഷ്യോമീറ്റർ 1 ഉണ്ട്, പൊട്ടൻഷ്യോമീറ്റർ 2 ഉണ്ട്. ഈ പൊട്ടൻഷ്യോമീറ്റർ 1ഉം പൊട്ടൻഷ്യോമീറ്റർ 2ഉം 1 വളരെ സിമ്പിളാണ്. 1 ചിലപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഒരു 2 മാർക്കിന് അങ്ങനെ ചോദിക്കത്തുള്ളായിരിക്കാം, ഭാഗ്യം ഉണ്ടെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം. പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ 2-ൽ നിന്നും ഇന്റേണൽ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് അത് കുറച്ച് കോംപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അത് EMF-നെ കമ്പയർ ചെയ്യുന്ന 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. പക്ഷേ ഇന്റേണൽ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കുന്നത് കുറച്ച് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു 3 മാർക്കിന് ചോദിക്കാൻ വളരെ വളരെ എന്താണ് സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെയും മീറ്റർ ബ്രിഡ്ജിൻ്റെയും ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റിക്ക് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100 മേനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊയ്യാൻ പറ്റും. കാരണം 100 മേടിക്കാൻ പറ്റും. ആ
100% ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മുടെ ആ ചാപ്റ്ററിലെ ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. വളരെ ചുരുക്കം ചില കുഞ്ഞു ടോപ്പിക്ക് അത് മാത്രമേ ഇവിടെ നിന്ന് അവർ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒന്നാമത്തെ ടെസ്റ്റ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നാമത്തെ ടെസ്റ്റ് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അവിടെ ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. സെക്കൻഡ് ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് പോയിന്റ് വെച്ച് മാത്രം എന്ത് ചെയ്യാം, ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിലോട്ട് കിടക്കാം. പൊട്ടൻഷ്യോമീറ്റർ 2. പൊട്ടൻഷ്യോമീറ്റർ 2-ൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂസ് എഴുതുക. എന്താണ് എൻ്റെ യൂസ് എന്ന് പറയുന്നത്? ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ ബാറ്ററി. ഒരു ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പൊട്ടൻഷ്യോമീറ്റർ 2 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. പൊട്ടൻഷ്യോമീറ്റർ 2 അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പൊട്ടൻഷ്യോമീറ്റർ 1ൻ്റെ തന്നെയാണ്. എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഫോർ എ യൂണിഫോം റെസിസ്റ്റൻസ് വയർ. ദെൻ അതിനുശേഷം നമുക്ക് എങ്ങോട്ട് കിടക്കാം, അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. കൺസ്ട്രക്ഷൻ നോക്കിക്കേ, നമ്മുടെ പ്രൈമറി സർക്യൂട്ട് കൊണ്ട് സെക്കൻഡറി സർക്യൂട്ട് കൊണ്ട്. പക്ഷേ പ്രത്യേകത, നമ്മുടെ പ്രൈമറി സർക്യൂട്ട് പഴയതുപോലെ തന്നെയാണെങ്കിൽ സെക്കൻഡറി സർക്യൂട്ടിന് മാറ്റം സംഭവിച്ചു. സെക്കൻഡറി സർക്യൂട്ടിലൊക്കെ ഒരു EMF-ഉം ഒരു കീയൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡറി സർക്യൂട്ടിൻ്റെ സെക്കൻഡ് പോർഷൻ നിങ്ങൾ നോക്കിയേ, അവിടെ എന്താ സംഭവിച്ചത്? അവിടെ എക്സ്ട്രാ ആയിട്ട് സെക്കൻഡ് ബാറ്ററിനെ മാറ്റി അവിടെ റെസിസ്റ്ററിനെ നമ്മളവിടെ കൊണ്ടുവച്ചു. അവിടെ എന്തുണ്ട്? ഇപ്പോൾ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ ഇപ്പോൾ എന്തുണ്ട്? ഒരു റെസിസ്റ്റർ ഉണ്ട്. അവിടെ നമ്മൾ എന്താ സംഭവിച്ചത്? നേരത്തെ E1 E2 ആണെങ്കിൽ ആ E2നെ മാറ്റി അവിടെ റെസിസ്റ്ററിനെ കൊണ്ടുപോകുക. വേറെ പരിപാടി ഒന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ എങ്ങോട്ട് പോകാം? വർക്കിങ്ങിലോട്ട് പോകാം. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് K1 എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. K1 ക്ലോസ് ചെയ്യുക. K2 എന്ത് ചെയ്യുക? ഓപ്പൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ Pയിൽ നിന്ന് Qയിലോട്ട് ഇതിനെ മൂവ് ചെയ്യിക്കുക. P2 Qയിലോട്ട് മൂവ് ചെയ്യിക്കുക. അറ്റ് എ പർട്ടിക്കുലർ ലെങ്ത് ഇറ്റ് ഷോസ്, ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ. നമുക്ക് പറയാം എന്താണ്? പ്രൈമറിയിലെ വോൾട്ടേജും സെക്കൻഡറി ലെങ്തിനും പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ എന്താണ്? പ്രൈമറി വോൾട്ടേജ് ഇപ്പോൾ E1 ആണ് അല്ലെങ്കിൽ E ആണ്. നമുക്കതിനെ E എന്ന് വിളിക്കാം. അല്ലപ്പോട്ടെ, E1 ആണെങ്കിൽ E1 എന്ന് വിളിക്കാം. ദെൻ E1 ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? L1 ആണ്. മനസ്സിലായോ? ഇനി സെക്കൻഡ് കേസ്, ഇത് ക്ലിയർ, ഇത് പക്ക നമ്മൾ മുമ്പ് പഠിച്ച അതുപോലെ തന്നെ. ഇനി സെക്കൻഡ് കേസിൽ ഒരു വ്യത്യാസമുണ്ട്. സെക്കൻഡ് കേസിൽ എന്താ സംഭവിക്കുന്നത്? K1 ക്ലോസ് ചെയ്ത് തന്നെ വെക്കുക. K2 എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. രണ്ടുപേരും ഓണാക്കി വെക്കുക. രണ്ടുപേരും ഓണാക്കി വെക്കുക. ആ സെക്കൻഡറി സർക്യൂട്ടിന് ഇപ്പോൾ എന്താ മാറ്റം സംഭവിച്ചത്? ഞാൻ ആ പടം ഇങ്ങോട്ട് വരക്കുവാണേ. ഒരു ബാറ്ററി, താഴെ എന്തുണ്ട്? ഒരു റെസിസ്റ്റർ എന്താണ്? ഞാൻ കീനൊക്കെ എടുത്ത് മാറ്റണം. ഓൺ കണ്ടീഷനല്ലേ? ഇവിടെയാണ് നമ്മുടെ ഗാൽവനോമീറ്റർ വിത്ത് ജോക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡറി സർക്യൂട്ട്. നിങ്ങൾ നോക്കിയേ, ഈ സെക്കൻഡറി സർക്യൂട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? നേരത്തെ പോലെ തന്നെ ഗാൽവനോമീറ്ററിനെ ജോക്കിയെ Pയിൽ നിന്ന് Qയിലോട്ട് മൂവ് ചെയ്യിക്കുക. അങ്ങനെ മൂവ് ചെയ്ത് വന്നു. എവിടെ എത്തി? L2 എന്ന് പറയുന്ന ലെങ്ത് എത്തിയപ്പോൾ ബാലൻസ് ലെങ്ത് ആയി. അതായത് ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ. എവിടെ വെച്ചാണ്? L2 എന്ന് പറയുന്ന ലെങ്തിൽ എത്തിയപ്പോൾ. പക്ഷെ നമുക്ക് ഈ കേസിൽ നമുക്ക് E1 ഈസ് പ്രപ്പോർഷണൽ ടു L2 എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് മക്കളെ തെറ്റാണെന്ന് പറയാൻ കാരണം? ആ കേസിൽ എന്താണെന്നറിയാവോ? ഇപ്പോൾ ഞാൻ രണ്ട് സ്വിച്ചും ഓണാക്കിയപ്പോൾ ഇവിടെ ഒരു പുതിയ സർക്യൂട്ട് ഉണ്ടായി. സെക്കൻഡറിയിൽ ഒരു പുതിയ സർക്യൂട്ട് ഉണ്ടായി. ബാറ്ററിയുടെ അകത്തൂടെ ഇപ്പോൾ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? ബാറ്ററിയുടെ അകത്തുകൂടി ഇപ്പോൾ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. ബാറ്ററിയുടെ അകത്തൂടെ ഇപ്പോൾ എന്തുണ്ട്? ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. ആ കറണ്ട് റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങോട്ടേക്ക് കറണ്ട് ഇല്ല. ഗാൽവനോമീറ്ററിൽ കറണ്ട് ഇല്ല, സമ്മതിച്ചു, കറണ്ട് ഇല്ല. അതാണ് ബാലൻസ് ലെങ്ത് കാണിച്ചത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ആ സെക്കൻഡറി സർക്യൂട്ടിനകത്ത് ഒരു സെക്കൻഡറി സർക്യൂട്ട് ഇല്ലേ? ഈ സെക്കൻഡറി സർക്യൂട്ടിനകത്ത് എന്തുണ്ട്? ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. ആ സെക്കൻഡറി സർക്യൂട്ടിൽ എന്തുണ്ട്? ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. ആ കറണ്ട് ഫ്ലോ മൂലം നമുക്കറിയാം, ബാറ്ററിയുടെ അകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്താൽ ബാറ്ററി പുറത്തു തരുന്ന വോൾട്ടേജ് EMF അല്ല, പകരം എന്താണ്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? നമുക്ക് V എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യം E1 തന്നു, പക്ഷെ ഇപ്പോൾ E1 തരുമോ? തരത്തില്ല. കാരണം ബാറ്ററിയുടെ അകത്തൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. ഫസ്റ്റ് കേസിൽ ബാറ്ററിയുടെ അകത്തൂടെ കറണ്ട് ഫ്ലോ ഇല്ല. സെക്കൻഡ് കേസിൽ ആ റെസിസ്റ്റർ വെക്കാൻ നേരത്തെ അവിടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടായി. സെക്കൻഡറി സർക്യൂട്ടിനകത്തൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. അത് ഗാൽവനോമീറ്ററിലൂടെ വരുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്തൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. ബാറ്ററി ഇപ്പോൾ എന്ത് കണ്ടീഷനിലാണ്? ക്ലോസ്ഡ് കണ്ടീഷനിലാണ്. ബാറ്ററി ക്ലോസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ് ഇന്റേണൽ റെസിസ്റ്റൻസിനകത്ത്. ബാറ്ററി ക്ലോസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ പുറത്ത് കിട്ടുന്ന വോൾട്ടേജ് EMF അല്ല, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. എങ്കിൽ നമുക്ക് പറയാം
വി ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ് L2. എന്തുകൊണ്ടാണ് വി എന്ന് വിളിക്കാൻ കാരണം ബാറ്ററിയുടെ പുറത്ത് തരുന്ന വോൾട്ടേജ് ഇപ്പോൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇതിനകത്തൂടെ പോകുന്ന കറണ്ട്, ഈ സെക്കൻഡറി സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? ഐ ആണ്. ഈ റെസിസ്റ്റൻസ് ആർ ആണെങ്കിൽ നമുക്കറിയാം ബാറ്ററി ടെർമിനൽ കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? വി ആണ്. വി ഈസ് ഈക്വൽ ടു നമ്മൾ മുമ്പ് ചെയ്തതാണ് I × R ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വിക്ക് പകരം ഐ ആർ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? L2. ഇനി എന്താണ് ഐ? നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. EMF ഡിവൈഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ അവിടെ ചെയ്തു ഇന്റേണൽ റെസിസ്റ്റൻസിനകത്ത് എഴുതിയാണ്. അപ്പോൾ ഐക്ക് പകരം എന്ത് വിളിക്കാം? ഇതിൻ്റെ അകത്ത് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് ബാറ്ററിയുടെ അകത്ത്. അപ്പോൾ എന്താണ്? E1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എന്താണ്? ആർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു അത് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാവുള്ളതെന്ന്. ഇൻറ്റു ആർ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? L2. പുട്ട് ഇറ്റ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇതിന് എന്ത് വിളിക്കാം? ഇക്വേഷൻ നമ്പർ, നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്ത ആൻസറായി ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയേ. നമുക്ക് E1 ബൈ E1 R ഡിവൈഡഡ് ബൈ R പ്ലസ് ആർ, ഓക്കെ, ഈക്വൽ ടു L1 ബൈ L2. ഓക്കെ അല്ലേ? E1 വെട്ടിക്കളയാം. ആർ പ്ലസ് ആർ ചാടി മണ്ടക്ക് കയറും. അപ്പോൾ ആർ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു L1 ബൈ L2. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആർ ബൈ ആറ്, കാരണം എ പ്ലസ് ബി ബൈ സി എന്ന് പറയുന്നത് എ ബൈ സി പ്ലസ് ബി ബൈ സി ആണ്. ആർ ബൈ എന്താണ്? 6 ഈക്വൽ ടു L1 ബൈ എന്താണ്? L2. ആർ ബൈ ആർ എന്താണ്? 1 പ്ലസ് സ്മോൾ ആർ ബൈ എന്താണ്? 6 ഇസ് ഈക്വൽ ടു L1 ബൈ എന്താണ്? L2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു L1 ബൈ L2 മൈനസ് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി നമുക്ക് സ്മോൾ ആർ അല്ലേ കണ്ടുപിടിക്കും. സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു L1 ബൈ L2 മൈനസ് 1. ഇതാണ് ഇവിടുത്തെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ 2 ഉപയോഗിച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് മാത്രം മതി? ആ രണ്ട് ബാലൻസിംഗ് ലെങ്തും പിന്നെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ബാറ്ററിയുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഒരു പ്രാവശ്യം പൊട്ടൻഷ്യോമീറ്ററിനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പൊട്ടൻഷ്യോമീറ്ററിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ബാറ്ററിയുടെ EMF കണ്ടുപിടിക്കാൻ പൊട്ടൻഷ്യോമീറ്റർ ആണോ വോൾട്ട്മീറ്റർ ആണോ നല്ലത്? ഓർക്കുക, ബാറ്ററിയുടെ EMF കണ്ടുപിടിക്കാൻ പൊട്ടൻഷ്യോമീറ്റർ ആണ് നല്ലത്. നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ 1 പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? ബാറ്ററിയുടെ അകത്തൂടെ കറണ്ട് ഫ്ലോ ഇല്ല. കാരണം ഗാൽവാനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ അകത്തൂടെ കറണ്ട് ഫ്ലോ കാണത്തില്ലല്ലോ. ബാറ്ററിയുടെ അകത്തൂടെ കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ പുറത്ത് കിട്ടുന്നത് ബാറ്ററിയുടെ EMF ആയിരിക്കും. അപ്പോൾ നമുക്ക് വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് ബാറ്ററിയുടെ EMF അല്ല കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പകരം എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു വോൾട്ട്മീറ്ററിനേക്കാൾ എന്തുകൊണ്ടും നല്ലത്, മികച്ചു നിൽക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ തന്നെയാണ്. നോട്ട് ദാറ്റ് പോയിന്റ്. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ വളരെ വിശദമായി കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു ടോപ്പിക്ക് മാത്രമേ കവർ ചെയ്യാതിരിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് പോയിന്റ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഫോക്കസ് പോയിന്റ് മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഞാൻ അല്ലാതെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണമെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏകദേശം നല്ല മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത് തന്നെ കാണാം. അതുവരെ ബൈ.